നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. ടോപ്പ് 20 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സിന്റെ ഡിസ്കഷൻ ആണ് ഇന്ന് എടുത്തിരിക്കുന്ന ചോദ്യ പേപ്പർ. ഡിഗ്രി പ്രിലിംസ് രണ്ടാം ഘട്ട പരീക്ഷ 2023 നടന്ന ഡിഗ്രി പ്രിലിംസ് രണ്ടാം ഘട്ട പരീക്ഷയുടെ 20 ചോദ്യങ്ങളും അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷനും ആണ്. ഓക്കെ, അപ്പോൾ സിമ്പിൾ ട്രിക്കിലൂടെ ഒരു ചോദ്യം കാണുമ്പോൾ എങ്ങനെ ഉത്തരത്തിലേക്ക് എത്താം അതാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം: Choose the correct one from the options given below to complete the sentence. ചോദ്യം ഇതാണ്: If I had seen anything strange dash. If clause ആണ്. അപ്പോൾ if clauseലെ ഏത് കണ്ടീഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്? had seen എന്നാൽ had plus v3 മൂന്നാമത്തെ കണ്ടീഷനാണ്. if clauseൽ had plus v3 വന്നാൽ മെയിൻ ക്ലോസിൽ എന്ത് വരണം? would have plus v3 അല്ലെങ്കിൽ should have plus v3 അല്ലെങ്കിൽ could have plus v3 അല്ലെങ്കിൽ might have plus v3 വരണം. ഇവിടെ ഓപ്ഷൻസ് എല്ലാം നോക്കുമ്പോൾ ലെറ്റ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ലെറ്റിന്റെ v1 v2 v3 എന്താ? ലെറ്റ് തന്നെ. ലെറ്റിന്റെ v1 ലെറ്റാണ്, v2 ലെറ്റാണ്, v3 ലെറ്റാണ്. വുഡ് ഹാവ് പ്ലസ് v3 വന്നിരിക്കുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി, വുഡ് ഹാവ് പ്ലസ് v3. ലെറ്റിന്റെ v3യും എന്ത് തന്നെയാണ്? ലെറ്റ് തന്നെയാണ്. അപ്പൊ ഇഫ് ക്ലോസിന്റെ മൂന്നാമത്തെ കണ്ടീഷനാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇഫ് ക്ലോസിലെ മെയിൻ ആയിട്ട് 3 കണ്ടീഷൻസ് ആണ് നമുക്ക് ഓടിക്കാനുള്ളത്. ഇഫ് ക്ലോസിൽ v1 വന്നാൽ, അതായത് ഈ ഭാഗത്ത് v1 അല്ലെങ്കിൽ വെർബിന്റെ എസ് ഓർ ഇഎസ് അല്ലെങ്കിൽ ഈസ് ആം ആർ അല്ലെങ്കിൽ ഡു ഡസ് അല്ലെങ്കിൽ ഹാസ് ഹാവ്, അതായത് പ്രസന്റ് ഫോം വന്നു കഴിഞ്ഞാൽ മെയിൻ ക്ലോസിൽ എന്ത് മാറ്റം വരുത്തണം? വില്ല് അല്ലെങ്കിൽ ഷാൽ അല്ലെങ്കിൽ ക്യാൻ അല്ലെങ്കിൽ മേ പ്ലസ് v1 ആണ് ചേർക്കേണ്ടത്. അതാണ് ഓപ്ഷൻ എ, വിൽ ലെറ്റ്. അപ്പോൾ വില്ല്, ഷാല്, ക്യാൻ, മേ പ്ലസ് v1 വേണം ചേർക്കാൻ. എപ്പോ? ഇഫ് ക്ലോസിൽ പ്രസന്റ് ഫോം വരുവാണെങ്കിൽ. ഇനി ഇഫ് ക്ലോസിൽ പാസ്റ്റ് ഫോം വരുവാണെങ്കിൽ, പാസ്റ്റ് ഫോം എന്ന് പറയുമ്പോൾ v2 വെർബിന്റെ രണ്ടാമത്തെ ഫോം, അല്ലെങ്കിൽ വാസ് ഓർ വെയർ, അല്ലെങ്കിൽ ഡിഡ് മാത്രം വന്നാൽ, അല്ലെങ്കിൽ ഹാഡ് മാത്രം വന്നാൽ, ഓർക്കുക, ഹാഡ് മാത്രം വന്നാൽ അത് പാസ്റ്റ് ഫോം ആയിട്ടാണ് കണക്കാക്കുന്നത്. ഹാഡ് മാത്രം വന്നാൽ എന്ത് മാറ്റമാണ് വരുത്തേണ്ടത്? ഓപ്ഷൻ സി കണ്ടോ, വുഡ് പ്ലസ് v1 അല്ലെങ്കിൽ ഷുഡ് പ്ലസ് v1 അല്ലെങ്കിൽ കുഡ് പ്ലസ് v1 അല്ലെങ്കിൽ മൈറ്റ് പ്ലസ് v1 വേണം ചേർക്കാൻ. അടുത്ത ചോദ്യം: യൂസ് ദ കറക്റ്റ് പ്രിപ്പോസിഷൻ ഫ്രം ദ ഓപ്ഷൻസ് ടു ഫിൽ അപ്പ് ദ ബ്ലാങ്ക് വിത്ത്. ആർ യു ഗോയിങ് എവേ ഡാഷ് ഓണം? ആർ യു ഗോയിങ് എവേ അറ്റ് ഓണം? അറ്റ് ഓണമാണ്. അപ്പൊ ഈ അറ്റ് ചേർക്കുന്നത് എപ്പോഴൊക്കെയാണ്? അറ്റ് 4 o'clock, അറ്റ് noon, അറ്റ് midnight, അറ്റ് sunset, അറ്റ് sunrise, അറ്റ് present, അറ്റ് any moment, അറ്റ് the moment. അതുപോലെ ഏജ് പറയുമ്പോൾ അറ്റ് വേണം ചേർക്കാൻ, അറ്റ് 20. ഓക്കെ, ഇനി സർപ്രൈസ് അല്ലെങ്കിൽ റിയാക്ഷൻ ഒക്കെ പറയുമ്പോൾ അറ്റ് വേണം ചേർക്കാൻ. ഷോക്ക്ഡ് അറ്റ്, വണ്ടേർഡ് അറ്റ്, സർപ്രൈസ്ഡ് അറ്റ്, അമേസ്ഡ് അറ്റ്. ഓക്കെ, അടുത്ത ചോദ്യം: fill up the blank with correct word from below. He was very polite. Whenever his wife entered the room, he dashed up. He stood up ആണ്. എന്തുകൊണ്ട് stood വന്നു? ഈ സെന്റൻസ് ഒന്ന് നോക്കിക്കേ, എല്ലാം പാസ്റ്റിലല്ലേ തന്നിരിക്കുന്നത്. He was very polite, simple past. Whenever his wife entered, simple past. എല്ലാം v2 ഫോമിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഈ ഭാഗവും എന്ത് തന്നെ വേണം? v2 ഫോമിൽ വരണം. അപ്പോൾ തന്നിരിക്കുന്ന ഇവിടെ രണ്ട് സെന്റൻസ് തന്നിട്ടുണ്ട്. ഹി വാസ് വെരി പൊളൈറ്റ് എന്നൊരു സെന്റൻസും വെനെവർ ഹിസ് വൈഫ് എന്റർഡ് ദ റൂം ഹി ഡാഷ് അപ്പ്. ഈ രണ്ട് സെന്റൻസും പാസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാം പാസ്റ്റിൽ അങ്ങ് പറഞ്ഞാൽ മതി. v2 ചേർക്കുക. സ്റ്റാൻഡിന്റെ v2 ആണ് എന്ത്? സ്റ്റുഡ്. ഓക്കെ, അടുത്ത ചോദ്യം: fill up the blank with the correct option. Neither he nor I dash to suffer. Neither he nor I am. ഇവിടെ ഏത് റൂളാണ്? neither nor ഉപയോഗിച്ച് രണ്ട് സബ്ജക്റ്റിനെ ബന്ധിപ്പിക്കുമ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ച് വേണം വെർബ് എഴുതാൻ. ഇവിടെ രണ്ടാമത്തെ സബ്ജക്റ്റ് ഐ ആണ്. ഐയുടെ കൂടെ ഏതാ ചേർക്കാനുള്ളത്? ആം ആണ് ചേർക്കാനുള്ളത്. അപ്പോൾ ഓർ ആയാലും ഐദർ ഓർ ആയാലും നൈദർ നോർ ആയാലും നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഒക്കെ വന്നു കഴിഞ്ഞാലും ഇവ ഉപയോഗിച്ച് രണ്ട് നൗണിനെ അല്ലെങ്കിൽ രണ്ട് സബ്ജക്റ്റിനെ ബന്ധിപ്പിക്കുമ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ച് വേണം എന്തെഴുതാൻ? വെർബ് എഴുതാൻ. രണ്ടാമത്തെ സബ്ജക്റ്റ് ഇവിടെ ഏതാണ്? ഐ ആണ്. അപ്പൊ ഐയുടെ കൂടെ ഏത് വേണം ചേർക്കാൻ? ആം വേണം ചേർക്കാൻ.
ഓക്കെ, അടുത്ത ചോദ്യം. ചൂസ് ദ കറക്റ്റ് കോമ്പിനേഷൻ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ ടു ഫിൽ അപ്പ് ദ ബ്ലാങ്ക്സ് വിത്ത്. I caught him dash over my wall. I asked him dash but he refused dash anything. So I had dash him go. അപ്പോൾ ഇവിടെ 4 ഡാഷ് ഉണ്ട്. ഈ 4 ഡാഷിലും നമ്മൾ എന്ത് ചെയ്യണം? ഫില്ല് ചെയ്യണം. ആദ്യത്തെ നോക്കാം. I caught him dash over my wall. ഇവിടെ ഏതാ ഉത്തരം വരേണ്ടേ? ഇവിടെ ആദ്യത്തെ സെന്റൻസ് നോക്കിക്കേ. I caught him. ഹീയുടെ ഒബ്ജക്റ്റ് രൂപമായ ഹിം അല്ലേ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ക്ലൈംബിന്റെ ഫോം ആണ് നമുക്ക് എഴുതേണ്ടത്. അപ്പൊ ക്ലൈംബിന്റെ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുമ്പോൾ ING ഫോം, പ്രസന്റ് പാർട്ടിസിപ്പിൾ രൂപമായ ക്ലൈംബിംഗ് വേണം ഹിമ്മിന് ശേഷം എഴുതാൻ. അപ്പൊ ക്ലൈംബിംഗ് വരുന്ന 2 ഓപ്ഷൻ ഉണ്ട്. അസ് ക്ലൈംബിംഗ് അപ്പൊ നമുക്ക് ഒഴിവാക്കി വിടാം. ക്ലൈംബിംഗ് വരുന്ന 2 ഓപ്ഷൻ ഉണ്ട്. ഇനി രണ്ടാമത്തെ പാർട്ട് നോക്കിക്കേ. I asked him dash. ആസ്ക്, റഫ്യൂസ് ഈ ക്രിയകൾക്ക് ശേഷം സാധാരണ ചേർക്കുന്നത് ടു ഇൻഫിനിറ്റീവ് ആണ്. ടു ഇൻഫിനിറ്റീവ്. ആസ്ക്, റഫ്യൂസ് ഇവയ്ക്ക് ശേഷം എന്താ ചേർക്കാനുള്ളത്? ടു ഇൻഫിനിറ്റീവ് വേണം ചേർക്കാൻ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഓപ്ഷൻ സി ടു ഇൻഫിനിറ്റീവ്, ടു എക്സ്പ്ലെയിൻ, ടു സേ. ഓക്കെ, അപ്പൊ ആസ്കിന് ശേഷം ടു ഇൻഫിനിറ്റീവ്, റഫ്യൂസിന് ശേഷം ടു ഇൻഫിനിറ്റീവ് വേണം ചേർക്കാൻ. ഇനി അടുത്ത പാർട്ട്. സോ ഐ ഹാഡ് ഡാഷ് ഹിം ഗോ. കടമകളും ബാധ്യതകളും കാണിക്കാൻ ഹാസ് ടു അല്ലെങ്കിൽ ഹാവ് ടു അല്ലെങ്കിൽ ഹാഡ് ടു അതിനുശേഷം എന്ത് ചേർക്കണം? ബെയർ ഇൻഫിനിറ്റീവ്. ഹാസ് ടു, ഹാഡ് ടു, ഹാവ് ടു അതിനുശേഷം ബെയർ ഇൻഫിനിറ്റീവ്. അപ്പോൾ ടു ഓൾറെഡി വന്നു കഴിഞ്ഞു. അതിനുശേഷം ബെയർ ഇൻഫിനിറ്റീവായ ലെറ്റ്. അപ്പോൾ ഉത്തരം ഏതാ? സി ആണ് ഉത്തരം. ഓക്കെ, അപ്പോൾ ഹിം എന്ന് പറയുന്നത് ഹീയുടെ ഒബ്ജക്റ്റ് ആണ്, ഒബ്ജക്റ്റ് രൂപമാണ്. അതുകൊണ്ട് തന്നെ ക്ലൈംബിന്റെ പ്രസന്റ് പാർട്ടിസിപ്പിൾ രൂപമായ ക്ലൈംബിംഗ് ഉപയോഗിച്ചു. ആസ്കിനും റെഫ്യൂസിനും ശേഷം ടു ഇൻഫിനിറ്റീവ് വേണം ചേർക്കാൻ. പിന്നെ ഹാസ് ടു, ഹാവ് ടു ഇവയൊക്കെ, ഹാഡ് ടു ഇവയൊക്കെ കടമകളെ അല്ലെങ്കിൽ ബാധ്യതകളെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്താൽ അതിനുശേഷം എന്താണ്? ബെയർ ഇൻഫിനിറ്റീവ്. അപ്പൊ ഹാവ് ടു അല്ലെങ്കിൽ ഹാഡ് ടു കഴിഞ്ഞിട്ട് ലെറ്റ്. ഓക്കെ, അടുത്ത ചോദ്യം. ചൂസ് ദ കറക്റ്റ് പാസീവ് ഫോം ഓഫ് ദ ഗിവൺ സെന്റൻസ്. വെൻ വിൽ ദേ അനൗൺസ് ദ ഇലക്ഷൻ റിസൾട്ട്സ്? ഇവിടെ ഉത്തരം ഓപ്ഷൻ എ ആണ്. വെൻ വിൽ ദ ഇലക്ഷൻ റിസൾട്ട്സ് ബി അനൗൺസ്ഡ്? അപ്പൊ ഇതൊരു WH ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഹൂ ഒഴികെയുള്ള WH ക്വസ്റ്റ്യനെ പാസീവ് വോയിസിലേക്ക് ആക്കുന്ന വിധം എങ്ങനെയാണ്? ഈ WH ആ ക്വസ്റ്റ്യൻ വേർഡ് അതുപോലെ എഴുതുക. ബാക്കി നോക്കിക്കേ. വിൽ ദേ അനൗൺസ് ദ ഇലക്ഷൻ റിസൾട്ട് ഇതൊരു എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയില്ലേ? അപ്പൊ ഈ എസ് ഓർ നോ ക്വസ്റ്റ്യനെ നമുക്ക് എന്താക്കണം? പാസീവ് വോയിസിലേക്ക് ആക്കണം. അതിന് വേണ്ടിയിട്ട് ഈ വില്ല് എന്നൊക്കെ പറയുന്നത് മോഡൽ ഓക്സിലറി ആണ്. അത് അതുപോലെ എഴുതി. ഇനി മോഡൽ ഓക്സിലറി വെർബ് ആയതുകൊണ്ട് തന്നെ മോഡൽ ഓക്സിലറി വെർബിൽ തുടങ്ങുന്ന ക്വസ്റ്റിനെ പാസീവ് വോയിസിലേക്ക് ആക്കുന്നത് എങ്ങനെയാണ്? മോഡൽ ഓക്സിലറി വെർബ് എഴുതിയ ശേഷം ഒബ്ജക്റ്റ് എഴുതിയ ശേഷം ബി എഴുതുക പ്ലസ് V3 എഴുതുക. അങ്ങനെയാണ് ഇവിടെ V3 വന്നത്. അനൗൺസ് എന്നുള്ളത് അനൗൺസ്ഡ് എന്ന് വന്നത്. അപ്പൊ എങ്ങനെ എഴുതിയേ? വെൻ വിൽ ദേ അനൗൺസ് ദ ഇലക്ഷൻ റിസൾട്ട്. അപ്പൊ ക്വസ്റ്റ്യൻ വേർഡ് ആയതുകൊണ്ട് ഹൂ ഒഴികെയുള്ളതായതുകൊണ്ട് ആ വെൻ അതുപോലെ തന്നെ എഴുതി. പിന്നെ വിൽ ദേ അനൗൺസ് ദ ഇലക്ഷൻ റിസൾട്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ മോഡൽ ഓക്സിലറി വെർബായ വില്ലിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. മോഡൽ ഓക്സിലറി വെർബിൽ തുടങ്ങുന്ന ക്വസ്റ്റ്യനെ പാസീവ് വോയിസിലേക്ക് ആക്കുന്ന വിധം എങ്ങനെയാണ്? ആദ്യം മോഡൽ ഓക്സിലറി വെർബ് എഴുതുക, ദെൻ ഒബ്ജക്റ്റ്. ഇവിടെ ഒബ്ജക്റ്റ് ചെയ്ത് ഇലക്ഷൻ റിസൾട്ട് എഴുതി. അത് കഴിഞ്ഞിട്ട് ബി എഴുതുക, പിന്നെ V3 എഴുതുക, പിന്നെ ബൈ പ്ലസ് സബ്ജക്ട് ഉണ്ടെങ്കിൽ അതെന്തെങ്കിലും എഴുതുക. ഇവിടെ അങ്ങനൊന്നും ഇല്ലാത്തത് കൊണ്ട് V3 കൊണ്ട് അവസാനിപ്പിച്ചു. ഉത്തരം വെൻ വിൽ ദ ഇലക്ഷൻ റിസൾട്ട്സ് ബി അനൗൺസ്ഡ്. ഓക്കെ, അടുത്ത ചോദ്യം ഡിലീറ്റഡ് ആണ്. അടുത്ത 78. ഫിൽ അപ്പ് ദ ബ്ലാങ്ക് വിത്ത് ദ റൈറ്റ് ഓപ്ഷൻ ഫ്രം ബിലോ. ഐ സോ ഡാഷ് വൺ ഐഡ് മാൻ ഇൻ ദ ഫിലിം. വൺ ഐഡ് വാ എന്ന വ്യഞ്ജനാക്ഷരത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ വ്യഞ്ജനാക്ഷരത്തിൽ തുടങ്ങുന്ന വാക്കുകളുടെ ഫ്രണ്ടിൽ ഏത് വേണം ചേർക്കാൻ? എ വേണം ചേർക്കാൻ. സ്വരാക്ഷരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണെങ്കിൽ ആൻ ചേർക്കുക. ഡെഫിനിറ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ആയിട്ട് ദ ചേർക്കുക. ഇനി വ്യഞ്ജനാക്ഷരമാണെങ്കിൽ ഏത് ചേർക്കുക? എ ചേർക്കുക. ഓർക്കുക. ഓക്കെ, അടുത്ത ചോദ്യം. ഐഡന്റിഫൈ ദ പാർട്ട് ഓഫ് ദ സെന്റൻസ് ദാറ്റ് നീഡ്സ് ടു ബി കറക്റ്റഡ്. ബിഫോർ ദേ വെർ കോട്ട് ദേ വെർ യൂസ്ഡ് ടു ലീവ് ഇൻ ദ ജംഗിൾ. ഇവിടെ റോങ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് സി ആണ്. ദേ വെയർ യൂസ്ഡ് ടു ലീവ് എന്നുള്ളതാണ് റോങ്. ഇവിടെ വരേണ്ടത് ദേ വെയർ യൂസ്ഡ് ടു ലിവിങ് എന്നായിരുന്നു വരേണ്ടത്. അതായത് യൂസ്ഡ് ടു വരുന്ന സെന്റൻസിൽ സബ്ജക്റ്റിന് ശേഷം ഈസ് ഓർ ആം ഓർ ആർ ഓർ വാസ് ഓർ വേർ വന്നാൽ ഇവിടെ നോക്കിക്കേ. ദേ ആണ് സബ്ജക്റ്റ്. ദേക്ക് ശേഷം എന്ത് വന്നു? വേർ വന്നു.
അപ്പൊ അങ്ങനെ ആവുമ്പോൾ വെർബിന്റെ ING ഫോം വേണം യൂസ് ചെയ്യാൻ. അപ്പൊ യൂസ്ഡ് ടു വരുന്ന സെന്റൻസിൽ സബ്ജക്റ്റിന് ശേഷം സബ്ജക്റ്റ് ദേക്ക് ശേഷം ഈസ് ഓർ ആം ഓർ ആർ ഓർ വാസ് ഓർ വേർ വന്നാൽ വെർബിന്റെ എന്തെഴുതണം? ING ഫോം വേണം എഴുതാൻ. ING ഫോം. ഇവിടെ രണ്ടു ഭാഗത്തും ദേ വേർ കോട്ട്, ദേ വേർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തായിരുന്നു വരേണ്ടത്? ദേ വേർ യൂസ്ഡ് ടു ലിവിങ് ആയിരുന്നു വരേണ്ടത്. അപ്പൊ യൂസ്ഡ് ടുവിന്റെ ഫോം ഒന്ന് ഓർത്ത് വെക്കാം. സബ്ജക്റ്റ് പ്ലസ് യൂസ്ഡ് ടു മാത്രമാണെങ്കിൽ, അതായത് ഓക്സിലറി വെർബ് ഒന്നും ഇല്ല, ഇവിടെ ഈ ഒരു വേർ എന്ന് പറഞ്ഞ ഓക്സിലറി വെർബ് ഇല്ല എന്ന് കരുതുക. ദേ യൂസ്ഡ് ടു ലീവ്, അത് കറക്റ്റ് ആണ്. അപ്പൊ സബ്ജക്റ്റ് പ്ലസ് യൂസ്ഡ് ടു പ്ലസ് V1 ആ ഒരു റൂളും, പിന്നെ സബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് വന്നാൽ, ഇപ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഇവിടെ വേറെ ഓക്സിലറി വെർബ് വന്നില്ലേ, അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് യൂസ്ഡ് ടു ആണ് വരുന്നതെങ്കിൽ എന്തെഴുതുക? ING ഫോം ഓഫ് ദ വെർബ് എഴുതുക. ING ഫോം ഓഫ് ദ വെർബ് ഓർക്കുക. ഓക്കെ, അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് യൂസ്ഡ് ടു മാത്രമാണെങ്കിൽ V1 ആണ് ചേർക്കേണ്ടത്. ഇതുപോലെ തന്നെ V1 ചേർത്താൽ മതി. പക്ഷേ സബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് വരികയാണെങ്കിൽ എന്ത് ചെയ്യണം? യൂസ്ഡ് ടു പ്ലസ് വെർബ് പ്ലസ് ING ചേർത്തോണം. അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ് ടാഗ്. ഈ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തു. കം ടു മൈ ഹൗസ്. അപ്പൊ കം ടു മൈ ഹൗസ് എന്ന് പറയുന്ന ഒരു ഇൻവിറ്റേഷൻ ആണോ അല്ലെങ്കിൽ ഓർഡർ ആണോ എന്ന് വ്യക്തമല്ല. അതുകൊണ്ട് തന്നെ വോണ്ട് യു അല്ലെങ്കിൽ വോണ്ട് യു ഉത്തരവായിട്ട് വരാം, അല്ലെങ്കിൽ വിൽ യു ആൻസർ ആയിട്ട് വരാം. അപ്പൊ രണ്ടും ഓപ്ഷനിൽ കിടക്കുന്നതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ ഒരു വ്യക്തത ഇല്ലാത്തത് കൊണ്ട് തന്നെ PSC എന്ത് ചെയ്തു? ഇത് ഡിലീറ്റ് ചെയ്തു. അപ്പൊ സാധാരണയായിട്ട് കം ടു മൈ ഹൗസ് ഒരു ഇൻവിറ്റേഷൻ രീതിയിലാണ് പറയുന്നതെങ്കിൽ വോണ്ട് യു വേണമായിരുന്നു ചേർക്കാനുള്ളത്. അപ്പോൾ PSC പ്രൊവിഷണൽ ആൻസർ കീയിൽ വോണ്ട് യു ആണ് ഒരു ഉത്തരവായിട്ട് കൊടുത്തത്. പക്ഷേ വില്യുവും വരാം. കാരണം ഇൻവിറ്റേഷൻ ആണോ ഓർഡർ ആണോ ഈ ക്വസ്റ്റ്യൻ നിന്നും അതൊരു വ്യക്തത ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ എന്ത് ചെയ്യപ്പെട്ടു? ഡിലീറ്റ് ചെയ്യപ്പെട്ടു. അടുത്ത ചോദ്യം, fill up the blank with the right option from below. Raju dashed his wife to tell her that he could be home late. ഉത്തരം called up ആണ്. call up എന്ന് വെച്ചാൽ ഫോൺ ചെയ്യുക അല്ലെങ്കിൽ ഓർമ്മിക്കുക. കോൾ അപ്പ് എന്ന് വെച്ചാൽ റീകോൾ, ഓർത്തെടുക്കുക, ഓർമ്മിപ്പിക്കുക, ഫോൺ ചെയ്യുക എന്നതൊക്കെയാണ് മീനിങ്. PSC എപ്പോഴും ചോദിക്കാറുള്ളതാണ് കോൾ ഓൺ. ഇവിടെ കോൾഡ് ഓൺ എന്ന് തന്നിട്ടുണ്ട്. കോൾ ഓൺ എന്നാൽ വിസിറ്റ് എ പേഴ്സൺ, വിസിറ്റ് എ പേഴ്സൺ. കോൾ അറ്റ് എന്നാൽ വിസിറ്റ് എ പ്ലേസ്, വിസിറ്റ് എ പ്ലേസ്. കോൾ ഫോർ എന്നാൽ ഡിമാൻഡ്, കോൾ ഫോർ എന്നാൽ എന്താണ്? ഡിമാൻഡ്. കോൾ ഓഫ് എന്നാൽ എന്താ? ടു ക്യാൻസൽ, റദ്ദാക്കുക, റദ്ദാക്കുക. അടുത്ത ചോദ്യം, ഇന്റർ ഏലിയ മീൻസ്. ഇന്റർ ഏലിയ എന്ന് വെച്ചാൽ എമംഗ് അതർ തിങ്സ് എന്നതാണ്. എമംഗ് അതർ തിങ്സ്, എമംഗ് അതർ തിങ്സ്. മോഡസ് ഓപ്പറാൻഡി എന്ന് വെച്ചാൽ എന്താ? മോഡ് ഓഫ് ഓപ്പറേഷൻ, മോഡ് ഓഫ് ഓപ്പറേഷൻ. മോഡസ് ഓപ്പറാൻഡി എന്ന് വെച്ചാൽ എന്താണ്? മോഡ് ഓഫ് ഓപ്പറേഷൻ. ബോൺ വോയേജ് എന്ന് വെച്ചാൽ ഗുഡ് ജേർണി അല്ലെങ്കിൽ ഹാപ്പി ജേർണി. ബോൺ വോയേജ്, ഗുഡ് ജേർണി അല്ലെങ്കിൽ ഹാപ്പി ജേർണി. അടുത്ത ചോദ്യം, എ സ്ട്രോങ്ലി കണ്ടംനേറ്ററി അട്ടറൻസ് അതിനെ എന്താ പറയാ? ഒബ്ലോക്വി, ഒബ്ലോക്വി എന്നാണ് പറയുന്നത്. ഓപ്ഷൻ സി, ഓപ്ഷൻ സി. ദാറ്റ് ഈസ് എക്സ്പ്രഷൻ ഓഫ് വെരി സ്ട്രോങ് ഡിസപ്രൂവൽ, അതാണ് ഒബ്ലോക്വി. ഓക്കെ, അടുത്ത ചോദ്യം, fill up the blank with the right option from below. On the wall there was a large dash photograph of their children. കളർ ഫോട്ടോഗ്രാഫ് ആണ്, കളർ ഫോട്ടോഗ്രാഫ് ഓഫ് their children. എന്തുകൊണ്ടാണ് ഇവിടെ കളർ എന്ന് യൂസ് ചെയ്ത്, കളർഫുൾ എന്ന് യൂസ് ചെയ്തില്ല? ഫോട്ടോഗ്രാഫ് എന്ന നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കളർ എന്ന വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ ഫോട്ടോഗ്രാഫിനെ കുറിച്ച് പറയുമ്പോൾ കളർ ഫോട്ടോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ എന്നൊക്കെ പറയത്തുള്ളൂ, കളർഫുൾ ഫോട്ടോ എന്ന് പറയാറില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഫോട്ടോഗ്രാഫിനെ വിശേഷിപ്പിക്കാനാണ് വിശേഷണമായിട്ട് എന്ത് യൂസ് ചെയ്തിരിക്കുന്നത്? കളർ യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. ഓൺട്രപ്രണർ എന്ന വേർഡിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് എന്താ? ഓപ്ഷൻ ഡി ആണ്. ENTREPRENEUR, ENTREPRENEUR is entrepreneur. ക്യൂവിന്റെ സ്പെല്ലിംഗ് എന്താ? QUEUE, QUEUE is ക്യൂ. എംബറാസ്മെന്റ്, എംബറാസ്മെന്റ് സ്പെല്ലിംഗ് എന്താ? EMBARRASSMENT ആണ് എംബറാസ്മെന്റ്. EMBARRASSMENT is embarrassment, embarrassment. ഒക്കറൻസിന്റെ സ്പെല്ലിംഗ് എന്താണ്? OCCURRENCE is occurrence, OCCURRENCE
RRENCE is occurrence. അടുത്തത് സെലക്ട് ദ കറക്റ്റ് ഫുൾ ഫോം ഓഫ് GNP. GNPയുടെ ഫുൾ ഫോം നമ്മുടെ എക്കണോമിക്സിൽ തന്നെ പഠിക്കുന്നത് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് ആണ് GNP. ഇപ്പൊ NNP എന്താ? നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്. നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് ആണ് NNP. GDP എന്താ? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. GDP is ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. NDP is നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. GNP is gross national product. NNP is net national product. അടുത്ത ചോദ്യം, not look a gift horse in the mouth means do not criticize or feel doubt about something good that has been offered to you. അതായത് പാരിതോഷികമായി കിട്ടിയ സാധനം അല്ലെങ്കിൽ കിട്ടിയ പാരിതോഷികത്തിന്റെ കുറ്റം കണ്ടുപിടിക്കരുത്. ദാനം കിട്ടിയ പശുവിന്റെ പല്ല് എണ്ണരുത് എന്ന് പറയത്തില്ലേ, അത് തന്നെയാണ്. do not criticize or feel a doubt about something good that has been offered to you. A dark horse എന്നാൽ ആരായി? ഡാർക്ക് ഹോഴ്സ്. എ പേഴ്സൺ ഹൂസ് എബിലിറ്റീസ് ആർ ഹിഡൻ. ഒരാളുടെ കഴിവുകൾ ഒളിഞ്ഞിരിക്കുന്ന അങ്ങനത്തെ ആൾക്കാരെയാണ് എന്ത് പറയുന്നത്? എ ഡാർക്ക് ഹോഴ്സ്. എ ഡാർക്ക് ഹോഴ്സ്. ടു കിൽ ദ ക്യാറ്റ് എന്നാൽ എന്താണ്? അപകടകരമായി പ്രവൃത്തി ചെയ്യുക. ടു ഡു ദ മോസ്റ്റ് ഡേഞ്ചറസ് ജോബ്, അതാണ് ടു കിൽ ദ ക്യാറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എ കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി, വിശ്വസനീയമല്ലാത്ത കഥ. എ സ്റ്റോറി ദാറ്റ് കനോട്ട് ബി ബിലീവ്ഡ്, അതാണ് എ കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി. എ കോക്ക് ആൻഡ് ബുൾ സ്റ്റോറി. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ മീനിങ് ഓഫ് ഡിസീറ്റ്ഫുൾ? ഡിസീറ്റ്ഫുള്ളിന്റെ മീനിങ് അല്ലാതെ കോപ്പിയസ് ആണ്. ഡിസീറ്റ്ഫുൾ, ക്രാഫ്റ്റി, ഡിസൈനിങ്, ഷിഫ്റ്റി എന്നതൊക്കെ ഡിസീറ്റ്ഫുള്ളിന്റെ മീനിങ് ആണ്. അതായത് കപടമായ. കോപ്പിയസ് എന്നാൽ സമൃദ്ധമായ എന്നതാണ് മീനിങ്. അബണ്ടന്റ്. ഓക്കെ. ഡിസീറ്റ്ഫുൾ, ഡിസ്ഓണസ്റ്റ്, അൺട്രൂത്ത്ഫുൾ, ഷിഫ്റ്റി, ലൈയിങ്, ക്രാഫ്റ്റി, ഡിസൈനിങ് എന്നൊക്കെയാണ് അതിന്റെ സിനോണിംസ് വരുന്നത്. കോപ്പിയസിന്റെ സിനോണിം വരുന്നത് സമൃദ്ധമായ, അതായത് അബണ്ടന്റ്. ആംപിൾ, AMPLE, ആംപിൾ, AMPLE, ആംപിൾ, പ്ലെന്റിഫുൾ എന്നൊക്കെയാണ് മീനിങ്. അടുത്ത ചോദ്യം, സെലക്ട് ദ വേർഡ് ഓപ്പോസിറ്റ് ഇൻ മീനിങ് ടു ഇൻക്ലിനേഷൻ. ഇൻക്ലിനേഷന്റെ ഓപ്പോസിറ്റ് എന്താ? ഹേട്രഡ് ആണ്. ഇൻക്ലിനേഷൻ എന്നാൽ ഒരു ചായ്വ് അല്ലെങ്കിൽ ഒരു ഇഷ്ടം. ഹേട്രഡ് എന്നാൽ വെറുപ്പ്, ഇഷ്ടമില്ലായ്മ, വെറുപ്പ്. ഓക്കെ. അപ്പൊ ഇത്രയാണ് ഈ പരീക്ഷയ്ക്ക് ചോദിച്ച 20 ചോദ്യങ്ങൾ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പറഞ്ഞ റൂൾസ് ഒക്കെ ഓർത്തിരിക്കുക. ഇവിടെ 83ാമത് ചോദ്യം, എ സ്ട്രോങ്ലി കണ്ടംനേറ്ററി അട്ടറൻസ്. ഒബ്ലോക്കി എന്ന് പറഞ്ഞില്ലേ, അപ്പൊ ബാക്കി വേർഡ്സിന്റെയും കൂടെ മീനിങ് ഒന്ന് ജസ്റ്റ് നോക്കാം. ഒബ്ലിക്വിറ്റി എന്ന് വെച്ചാൽ എന്താ? നിഷ്ക്രിയത്വം, അതായത് ദ ക്വാളിറ്റി ഓഫ് ബീങ് ഡിസെപ്റ്റീവ്, നിഷ്ക്രിയത്വം എന്ന് പറയും. ആന്റിക്വിറ്റി എന്ന് വെച്ചാൽ പുരാതനത്വം ആണ്, എക്സ്ട്രീം ഓൾഡ്നെസ്, ആന്റിക് സാധനങ്ങൾ. ആന്റിക്വിറ്റി എന്ന് വെച്ചാൽ എക്സ്ട്രീം ഓൾഡ്നെസ് ആണ്. ഒബ്ലോങ് എന്ന് വെച്ചാൽ റെക്ടാങ്കുലാർ, ദീർഘചതുരം, അതിനാണ് ഒബ്ലോങ് എന്ന് പറയുന്നത്. ഒബ്ലോങ്. ഓക്കെ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നോക്കിയിരിക്കാം.